ക്രിസ്തുവിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. വിവിധ വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിലും വിചാരങ്ങളെയും യോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ സത്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതി വെച്ചു. ആത്മസഭയുടെ ചരിത്രത്തിൽ തുടങ്ങി തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും ദൈവവചനത്തിന്റെ ഈ ശക്തി വിശേഷം ക്രൈസ്തവ സമൂഹങ്ങൾ അനുഭവിച്ചു പോകുന്നു. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടെന്നും സൃഷ്ടിക്കുന്നതിനും സംഹരിക്കുന്നതിനും അതിനാവുമെന്നും പല സംസ്കാരത്തിലുള്ളവരും വിശ്വസിച്ചിരുന്നു. പുരാതന യുഗ സംസ്കാരമനുസരിച്ച് പറയപ്പെട്ട വാക്കുകൾക്ക് ചെയ്യപ്പെട്ട പ്രവൃത്തിയുടെ തന്നെ ശക്തിയുണ്ടെന്ന് കരുതിയിരുന്നു. കുഞ്ഞുണ്ണി മാഷ് പാടുന്നുണ്ട്, വാക്കിനോളം തൂക്കമില്ലേ ഊക്കാൻ ഭൂമിക്ക് പോലുമേ. സാധാരണ വാക്കുകൾക്ക് ഇത്രയേറെ ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി എത്രയോ അധികമായിരിക്കും. നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും വിശദീകരിക്കുന്നതുമായ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 119 അധ്യായം 105 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അതിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്റെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള സ്ഥാനം എവിടെ? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായവരാണോ ഞാനും ഈ സമൂഹവും? എല്ലാ ദിവസവും ബൈബിൾ പാരായണം നടത്തുന്ന വീട്ടിലെ അംഗമായ ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യ ശരീരം ഉപേക്ഷിച്ച യേശു ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മുഖ്യമായി തിരുവചനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തിരുവചനങ്ങളെ ദൈവത്തിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കുന്നത് പോലെ സ്വീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദൈവവചനം കേൾക്കാത്തതല്ല, മറിച്ച് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതാണ്. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ വചനങ്ങൾക്കനുസരിച്ച് നമുക്ക് രൂപാന്തരപ്പെടുത്താം. ക്രിസ്തു പറയുന്നു, എന്റെ വചനം കേൾക്കുകയും ആ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ പാറയിൽ അടിസ്ഥാനമിട്ട് പോലും പണിയുന്നവർക്ക് തുല്യരാണ്. ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കാത്തവരോ മണലിൽ ഫാനം പണിയുന്നവരെ പോലെയാണ്. നമ്മുടെ കൊച്ചു ജീവിതത്തെ ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിൽ പണിയുവാനായി നമുക്ക് പരിശ്രമിക്കാം. തിരുവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നാം സമയം കണ്ടെത്തണം. ഗൾഫ് യുദ്ധ സമയത്ത് മിസൈലുകൾ തൊടുക്കുന്നതിന് വേണ്ടി പേട്രിയറ്റ് മിസൈലുകൾ അമേരിക്ക തൊടുത്തുകൊടുക്കുകയുണ്ടായി. ഇതുപോലെ ഏതൊരു മോശം സാഹചര്യങ്ങളെ നേരിടുന്നതിനും നിരാശയുടെ പടുകളിൽ അകപ്പെടുമ്പോൾ വചനത്തിലുള്ള വിശ്വാസത്തിലൂടെ കയറുന്നതിന് നമുക്ക് സാധിക്കും. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാണ് എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ആയിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. യേശുവിന്റെ വചനം നമുക്ക് ഓർക്കാം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ വാക്കുകേട്ട് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗരാജ്യത്തിൽ ഈശോയോടൊത്ത് വസിക്കുവാൻ ദൈവവചനം നമ്മെ പ്രാപ്തരാക്കട്ടെ. ജയ്